പെട്ടിയും പ്രമാണമൊക്കെ തൂക്കി നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ. തൂക്കിയല്ല, കാറിനകത്തിൽ അർഷയും കുക്കും കൂടെ എന്നെ കൊണ്ടാക്കിയിട്ട് അവർ പോയിട്ടോ. അങ്ങനെ എല്ലാ പ്രാവശ്യവും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രശ്നമാണ് ലഗേജ് അലവൻസ്. ഇപ്രാവശ്യം പണി കിട്ടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ഒരു ഇഷ്യൂസൊക്കെ നടക്കുന്നതുകൊണ്ട് എമിറേറ്റ്സ് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ സെക്യൂരിറ്റിയിൽ വന്നപ്പോൾ പണി പാളി. വീണ്ടും മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സൈഡിലോട്ട് എൻ്റെ പെട്ടി പോയി ഫുള്ള് കുത്തി തുറന്നെല്ലാം നോക്കി. അവസാനം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റാണ്. പിന്നെ ഞാനൊരു കോഫിയൊക്കെ എടുത്ത് വീട്ടിൽ അമ്മൂമ്മേനെയൊക്കെ വിളിച്ച് സംസാരിച്ച് പോസ്റ്റായിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് റെഡിയായി. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും നമുക്ക് ഫുഡ് മെനു വന്നു. എനിക്ക് ഫ്ലൈറ്റിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഐ ലവ് ഇറ്റ്. ആൻഡ് അടിപൊളി ബോണസായിട്ട് എൻ്റെ സീറ്റിന് അപ്പുറം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉറങ്ങാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന എങ്ങനെ ഉറങ്ങാൻ പറ്റുക. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, ഡെസേർട്ട് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റിയാദ് ക്രൂസ് ആയിട്ട് ദുബായ് ഓൾമോസ്റ്റ് എത്താറായിട്ടോ. ഒരു ചായയും കൂടെ കുടിച്ച് നമ്മൾ ദുബായിലെത്തി.